ശ്രവിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ തന്നെ വിഭിന്നമായ പല ശാഖകളെ നാം ഇന്ന് കണ്ടുവരുന്നു. അതിൽ ബിദ്അത്തിന്റെ കക്ഷികൾ എന്നത് ഈ മതത്തെ തന്നെ, മതത്തിന്റെ അകത്ത് നിന്ന് തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം വൈറസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് കേരളത്തിൽ സുന്നികളും അസുന്നികളും തർക്കത്തിലിരിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണ് ഖുതുബ പരിഭാഷ എന്നത്. ലോക മുസ്ലിമീങ്ങളുടെ ആരാധനകൾക്കിടയിലെ ഭാഷാ ഐക്യത്തെ തകർക്കുക എന്ന സയനിസത്തിന്റെ ആശയത്തെ കടമെടുത്തുകൊണ്ടാണ് ഇവർ രംഗപ്രവേശനം നടത്തുന്നത്. ജുമുഅ ഖുതുബ കേവലം ഒരു പ്രഭാഷണമാണെന്നും അത് മുൻപിലിരിക്കുന്നവർക്ക് തിരിയണമെന്നും അതുകൊണ്ട് തന്നെ അത് അനറബിയിലായിരിക്കണമെന്നുമാണ് ഇത്തരത്തിലുള്ള ബിദ്അത്തുകാരുടെ വാദം. എന്നാൽ അഹ്ലുസുന്നയുടെ പക്ഷം പരിശോധിക്കുമ്പോൾ അഹ്ലുസുന്നയുടെ വക്താക്കൾ പറയുന്നു, ഖുതുബ ഒരിക്കലും കേവലം ഒരു പ്രസംഗം മാത്രമല്ല, മറിച്ച് അത് ചില ഷർത്തുകളും ഫർളുകളും അടങ്ങുന്ന ഒരു ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷർത്തിൽ പ്രധാനമായ അറബി ഭാഷയിലായിരിക്കണം എന്നതുകൊണ്ട് തന്നെ അത് അറബി ഭാഷയിലായിരിക്കൽ മാത്രമേ സാധ്യമുള്ളൂ. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ശിർബീനി റഹിമഹുല്ലാഹ് അവിടുത്തെ മുഅ്നിൽ മുഹ്താജിന്റെ 3-ാം വാള്യം 137-ാമത്തെ പേജിൽ പറയുന്നത്, വഹിയൽ ഖലാമുൽ മുഫ്തദിഉ ബിഹംദില്ലാഹി വസ്സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഖ്തതമു ബിൽ വസിയത്തി വദ്ദുആ. ഹംദ്, സ്വലാത്തി എന്നിവകളെ കൊണ്ട് തുടങ്ങി വസിയത്ത്, ദുആ എന്നിവ കൊണ്ട് അവസാനിക്കുന്ന ഒരു സംസാരമാണ് ഖുതുബ എന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കേവലം ഒരു പ്രസംഗം മാത്രമല്ല എന്ന്. ഇനി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ 1-ാം പ്രമാണമാകുന്ന വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായി സൂറത്തുൽ ജുമുഅയുടെ 9-ാം ആയത്തിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇവർക്ക് പോലും സ്വീകാര്യനായ ആലൂസി തന്റെ റൂഹുൽ മഹാനിയുടെ 28-ാം വാള്യം 102-ാം പേജിലൂടെ പറയുന്നുണ്ട്, വൽ മുറാദു ബിദിക്രില്ലാഹി അൽ ഖുതുബത്തു വസ്സലാ. ഇതേ ആശയം ഹിജ്റ 1138-ൽ വഫാത്തായ ഇസ്മായിലുൽ ലിഖി റഹിമഹുല്ലാഹ് അവിടുത്തെ റൂഹുൽ ബയാനിന്റെ 9-ാം വാള്യം 523-ാമത്തെ പേജിലും, സമഖ്ശരി ഇമാം അവിടുത്തെ കശാഫിന്റെ 4-ാം വാള്യം 523-ാമത്തെ പേജിലും, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറാകുന്ന ജാമിഉൽ അഹ്കാമുൽ ഖുർആനിന്റെ 18-ാം വാള്യം 97-ാം പേജിലും, അബൂ അയ്യാൻ റഹിമഹുല്ലാഹ് തന്റെ ബഹറുൽ മുഈത്തിന്റെ 10-ാം വാള്യം 175-ാം പേജിലും, ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിന്റെ 5-ാം വാള്യം 339-ാം പേജിലും, അങ്ങനെ തുടങ്ങി ധാരാളം തഫ്സീറുകളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി വിശുദ്ധ ഇസ്ലാമിലെ 2-ാം പ്രമാണമാകുന്ന ഹദീസിന്റെ പക്ഷത്തേക്കൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കുകയും. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഖുതുബ അറബിയിൽ ഓതൽ ഷർത്താണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഉൽ മുഅദ്ദബിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതും ഖുതുബ ഓതിയതും അറബി ഭാഷയിലായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സ്വഹാബത്ത് ഇസ്ലാമിന്റെ പ്രചാരണാർത്ഥം പോയപ്പോൾ മറ്റു ഭാഷകളെല്ലാം അറിഞ്ഞിരിക്കെ, ആ പ്രാദേശിക ഭാഷകളെല്ലാം അറിഞ്ഞിരിക്കെ, മഹാനവറുകൾ അവിടുന്ന് സഹാബത്തുൽ കിറാം അവിടുന്ന് ഖുതുബ ഓതിയിട്ടുള്ളത് അറബി ഭാഷയിലാണ്. ഇതും നമുക്ക് ആ നാട്ടുകാർക്ക് തിരിയണമെന്നില്ല. അത് ഷർത്ത് എന്താണോ ആ ഭാഷയിൽ തന്നെ ഖുതുബ ഓതണമെന്നും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫുഖഹാക്കളുടെ നിലപാടെന്ന് പരിശോധിച്ചു നോക്കാം. 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഉൽ മുഅദ്ദബിന്റെ 4-ാം വാള്യം 522-ാം പേജിലൂടെ പറയുന്നു, യുഷ്തറതു ലിഅന്നഹു ദിക്റു മഫ്റൂദുൻ ഫശുരിത ഫീൽ അറബിയത്തി കതശഹുദി വതക്ബീറത്തുൽ ഇഹ്റാമി മാ ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി. അറബി ഖുതുബ ജനങ്ങൾക്ക് തിരിയുന്നുണ്ടെങ്കിൽ പോലും അത് അറബിയിൽ തന്നെയാകണമെന്നാണ് മുഴുവൻ ഫുഖഹാക്കളും അഭിപ്രായപ്പെടുന്നത്.
ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തൗഫയുടെ 2-ാം വാള്യം 453-ാമത്തെ പേജിലും, ആശിയത്തു ഷർഖാവിയുടെ 1-ാം വാള്യം 274-ാം പേജിലും, ഷറഹുൽ ബാഫർലറിന്റെ 2-ാം വാള്യം 271-ാം പേജിലും, ബുശ്റൽ കരീമിന്റെ 2-ാം വാള്യം 7-ാം പേജിലും, അങ്ങനെ തുടങ്ങി ഫിഖ്ഹിന്റെ മുഴുവൻ കിതാബുകളിലും ഇത് രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഇസ്ലാമിക പാരമ്പര്യത്തെ ആദ്യമായി എതിർത്തുകൊണ്ട് രംഗത്ത് പ്രവേശനം നടത്തുന്നത് തുർക്കിയിലെ ഭരണാധികാരിയായിരുന്ന മുസ്തഫ കമാൽ പാഷയാണ്. ആരാണ് മുസ്തഫ കമാൽ പാഷ? തുർക്കിയിലെ ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് വസ്ത്രം ധരിച്ചിരുന്ന സ്ത്രീകളോട് അവരുടെ മൂടുപടം വലിച്ചെറിഞ്ഞ് പാശ്ചാത്യ വേഷം ധരിച്ചുകൊണ്ട് വഴിയരികളിലൂടെ നടന്നു പോകാൻ കൽപ്പിച്ച ഭരണാധികാരിയാണ് മുസ്തഫ കമാൽ പാഷ എന്നത്. അത്തരത്തിൽ ഒരു നിർവീര്യമായ ഒരു നീചമായ ഒരു കാര്യം ചെയ്യുന്നതിന് നേതൃത്വം വഹിച്ച ഒരു നേതാവ് പറയുന്നതും കേട്ടുകൊണ്ട് അതിങ്ങനെ പുലമ്പിക്കൊണ്ട് ഇസ്ലാമിക പാരമ്പര്യത്തെ തകർക്കുന്നവർ ഇതൊന്നും ഓർക്കേണ്ടതുണ്ട്. ഇവരാണ് ആദ്യമായിട്ട് കുതുബ പരിഭാഷ നടത്തുന്നത് എന്നത് ഇത് ഇവരുടെ തന്നെ ആചാര്യനായ റഷീദ് റിള തൻ്റെ തഫ്സീറുൽ മനാറിൻ്റെ 9-ാം വാള്യം 313-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തുന്നത് 1921 കൊച്ചി മട്ടാഞ്ചേരി പള്ളിയിലാണെന്ന് ഉമർ മൗലവി സൽസബീലിലും രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാം. ആ പരിഭാഷ ഇസ്ലാമിനെ പാടെ തരം താഴ്ത്തുന്ന രീതിയിലായിരുന്നു. എന്തേ കാരണം? ഓരോ ഖത്തീബുമാരും അവർക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 27/12/2006 പുറത്തിറങ്ങിയ മാധ്യമ പത്രത്തിൽ വിദ്വേഷ പ്രസംഗത്തിന് പള്ളി മെമ്പറുകൾ ഉപയോഗിക്കുന്നു എന്ന തലവാചകത്തിൽ ഒരു തലക്കെട്ട് പുറത്തു വരികയുണ്ടായി. എന്തേ കാരണം? ഖത്തീബുമാർ അവർക്ക് തോന്നുന്നതെന്തും മിമ്പറുകളിൽ വെച്ച് പുലമ്പാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിലെ പല ചരിത്ര പാരമ്പര്യങ്ങൾക്കും വിള്ളലേൽപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ഭവിഷ്യത്ത് ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവരുടെ പാരമ്പര്യം പരിശോധിച്ച് നോക്കിയാൽ 1962 ജൂലൈ 6 പുറത്തിറങ്ങിയ അൽ ഇർഷാദ് മാസികയിൽ KM മൗലവി എഴുതി വെക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സലഫുസ് സ്വാലിഹീങ്ങളും തബഉ താബിഈങ്ങളും ദീനിയായ കുതുബയുടെ റുക്നുകളും അനുബന്ധങ്ങളും അറബി ഭാഷയിലാണ് ഓതിയിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അറിവ് പഠിക്കണമെന്നും മതപരമായ കുതുബ അറബിയിലാക്കൽ അനിവാര്യമാണെന്നും എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, ഇന്നെല്ലാം നാം എല്ലാവരും ഇത്രത്തോളം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഇത്രത്തോളം അലങ്കരിക്കുകയും അവിടുത്തെ മധു പ്രകീർത്തനങ്ങൾ പാടിപ്പറയുകയും ഇത്രയും ചെലവഴിച്ച് ഈ ഒരു പരിപാടി നടത്തുമ്പോഴും ഇതെല്ലാം പൈശാചികവും അനാചാരവുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന വീടിൻ്റെ അകത്തളങ്ങളിൽ ഒളിച്ചു കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് ചോദിക്കാനുള്ളത്, സ്വന്തം മക്കളുടെയും പേരമക്കളുടെയും എന്തിന് മറ്റു സെലിബ്രിറ്റികളുടെ പോലും ബർത്ത്ഡേകൾ വളരെ ഗംഭീരമായി കേക്ക് മുറിച്ചും സ്റ്റാറ്റസ് വെച്ചും ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് മാത്രം നിങ്ങൾ തെളിവന്വേഷിക്കുന്നത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊള്ളെ സന്തോഷിക്കാനും അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാനും വിശുദ്ധ ഖുർആനും ഹദീസും ഒരു അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് യൂനുസിന്റെ 58-ാം ആയത്തിലൂടെ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നു, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. നബിയേ, അങ്ങ് പറയുക, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് നാം പരിശോധിച്ച് നോക്കുമ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നൊരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആയത്തിലൂടെ അല്ലാഹു എന്താണ് പറഞ്ഞത്? നബിയെ, ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം പഠിപ്പിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല, ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ മുഴുവൻ പരതി നോക്കുമ്പോഴും ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നത് അതിൽ ആ റഹ്മത്തി എന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ദുററുൽ മൻസൂറിന്റെ 3-ാം വാള്യം 554-ാം പേജിലും അല്ലാമ ആലൂസി അവിടുത്തെ റൂഉൽ മആനിയുടെ 6-ാം വാള്യം 140-ാം പേജിലും വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിന്റെ 2-ാം നെടുംതൂണാകുന്ന ഹദീസിന്റെ പക്ഷമൊന്ന് 2-ാം പ്രമാണമാകുന്ന ഹദീസിലേക്കൊന്ന് പരതി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അവിടുത്തെ സഹീഹുൽ മുസ്ലിമിൽ
മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞത് ദാക യൗമു വുലിത്തു ഫീഹി എന്നാണ്. ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചതെന്ന്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള പവിത്രത ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമായതുകൊണ്ട് എന്നാണ് അവിടുന്ന് പറയുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പവിത്രതയുണ്ടെന്നും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ റഹ്മത്ത് കൊണ്ട് നാം സന്തോഷിക്കാൻ അർഹരാണെന്നും അത് നല്ലൊരു കാര്യമാണെന്നും സാമാന്യം തലക്ക് ചെറിയ വകതിരിവുള്ളവർക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.